ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിംസ് കളിച്ചിട്ട് മറ്റൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്ലൈം ദ സ്കെയറി വോം ടവർ എന്ന് പറഞ്ഞിട്ടൊരു ടവർ കയറാനാണ് വിചാരിച്ചു. കിട്ടുവാടാ ഇടാ, അതൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്തായാലും കയറി വെക്കാം ഗൈസ്. ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മളവിടെ തെന്നടിച്ചു വിടാം. എന്താ പറയുക, നമ്മൾ കയറാക്കുമ്പോൾ അത് കണ്ടില്ല, അതുപോലെ നമ്മൾ താഴെ വീണെടുക്കും. ഇവിടെ ഈ പോയി നോക്കാം. ഇത് സേഫ് ആയിട്ടുള്ള വഴിയാണെന്നാണ് പറയണത്. ഇത് അത്ര സേഫ് ഒന്നല്ല. അയ്യോ ആടാ മൊത്തത്തിൽ കുരുങ്ങുന്നടേ. അയ്യോ ഓടി താഴെ പോവല്ലേ. ഇവൻ അങ്ങോട്ട് പോയോ? തിരിച്ചല്ല ഓടിക്കോ. ഇവിടെ കയറുന്നോ? ഇവിടെ നിന്ന് കളി കാണാടാ. അത് നമുക്ക് ജെറ്റ് പാക്ക് ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വരണം. നമ്മൾ അറ്റത്താണ് ഇനി അടുത്തൊരു സേഫ് പ്ലേസ് എടുക്കുന്നുള്ളൂ. അവിടെ വരെ നമ്മൾ ഓടണടാ. പോരാത്തിന് ഈ ശല്യം ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കുറേ. അത് നമുക്ക് ജെറ്റ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് കഴിച്ചതിന്. പരമാവധി നമ്മൾ ഓടി തന്നെ കയറണം. നമ്മൾ സേഫ് പ്ലേസ് എടുക്കണം. ഓക്കെ സ്റ്റേജിങ് എന്തോ വരുന്നുണ്ട്, എനിക്കറിയില്ല. ഓം സർ എന്തെന്ന്. അത് വല്ല കാര്യം ഉണ്ടായിരുന്ന. എടാ, ഇത് തീരുന്ന വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചാവും. ഇതെന്താ പരിപാടി? അത് നമ്മുടെ മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ റോബോട്ട്സ് ഇല്ല, ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇതെന്താ പരിപാടി? ഓക്കെ, ഇങ്ങനെ കിടന്നോട്ടെ. നമുക്ക് പോയി നോക്കണം എന്നുണ്ട് എനിക്ക്. പക്ഷേ ഇങ്ങോട്ട് വരും. അവൻ്റെ പിന്നാലെ പോകുന്നുണ്ടോ? നമുക്ക് നമ്മളെ ഏകദേശം ജസ്റ്റ് മിസ്സാട്ടാ. പോടന്ന്, ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. നീ പൊക്കോ, ധൈര്യമുണ്ടെങ്കിൽ പിടിയടാ. അവൻ്റെ നമ്മൾ രക്ഷയുണ്ട്. പക്ഷേ ഈ സ്റ്റേജിൽ അടുത്ത ആളുണ്ടാ. ഇത് ഇച്ചിരി സീനാണ്. ഇവിടെ ആയതുകൊണ്ടാ ഇവിടെ അങ്ങോട്ട് വേടാ. എന്നിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലെത്തി. ഹലോ, എനിക്ക് വഴിയിലാണ് വന്ന് കിടക്കുന്നത്. ഇതുമ്പോൾ അങ്ങനെ കിടക്കും നേരത്തെ. പോയി. അയ്യോ എടാ, അവനെ ഞാൻ തീർക്കിടന്നു. എടാ, വെറുതെ വഴി കൂടെ പോണ എന്നെ പിടിച്ചടിച്ചിട്ട്. നമുക്ക് പറ്റിയ പണിയല്ല ഇത്. അതിന് പൈസ ഉണ്ടോ? എടാ, ആരെയൊക്കെ ഒന്ന് പാസ് അടിക്കടാ. ഞാൻ എന്തൊക്കെ അടിച്ചു വിടുന്നുണ്ട്. എന്താ
താങ്ക് യുടാ. എടാ ആരങ്ങോട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് തുറന്നു വന്നിട്ടുണ്ടാ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പ്രാവശ്യം. നമ്മൾ കയറിയതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കയറാൻ പറ്റുന്ന തോന്നാം. നമ്മൾ ഓടിച്ചെന്ന് കയറിയതിനെക്കാട്ടി താഴെ പോവല്ലേ നശിപ്പിച്ച്. നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാം. വാ കയറി അടങ്ങി വേടാ. പുറത്ത് ആ ഇവിടെ ഈ ചേച്ചി ഇവിടെ വന്നിട്ട് എല്ലാവരും കയറ്റുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളതുപോലെ ഇങ്ങനെ കയറിയത് ആളിറങ്ങി, കുഴപ്പമില്ല. നമുക്ക് പോവാം. നമുക്ക് ഇനി കുറേ പോവാണ്ട്. നമ്മളിത് ഏകദേശം പകുതി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചാടിയിട്ട് അപ്പുറത്ത് കിടക്കണം. ഓക്കെ സെറ്റ്. തുറക്ക്. ഓക്കെടാ. അടിച്ച് കഴിഞ്ഞാൽ എടാ ഈ സ്റ്റേജിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്നൊക്കെ നമ്മൾ കയറിപ്പോയതാ. അയ്യോ ഇതാരൊക്കെ തീർത്ത് വൃത്തിയട്ടന്മാരെ. എടാ ചാവൻ. അയ്യോ പെട്ട്. ജസ്റ്റ് മിസ്. മാരടിക്കാടാ വെറുതെ. എനിക്കറിയാനിട്ടല്ല, വേണ്ട വെച്ചിട്ടാ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നെ രണ്ടും കൽപ്പിച്ച ഓടണടാ. എന്താ ടീം ആ ഓക്കെ ടീം. അയ്യോ എനിക്ക് ടീമാവാടാ. ഓക്കെ അപ്പത്തേക്ക് പോയടാ. കുഴപ്പമില്ല, നീ ഇങ്ങോട്ടൊക്കെ തന്നെ വരും. അല്ല നീയല്ല, എല്ലാവരും ഇങ്ങോട്ടൊക്കെ തന്നെ വരും. അതോ ഒരുത്തം തിരിച്ചു ഓടി വരുന്നുണ്ട്. ആ എല്ലാവരും ഓടിക്കോ. റിട്ടേൺ. തിരിച്ചു ഓടി വരും. ഓക്കെ ജമ്പ്. നമുക്കിവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാം. വാ എല്ലാവരും വാ. എടാ ആരെയൊക്കെ അങ്ങോട്ട് പോകണം. താങ്ക്സ്. ഓടി ഒന്നും നോക്കണ്ട. ഓടിക്കോ. ചിലന്മാരിൻ്റെ ഇടക്കൂടെ അടിക്കാൻ വേണ്ടി നടക്കണത്. പിന്നാലെ ഓടറാ. ഓക്കെ സെറ്റ്. പിന്നെ വന്ന് അത് നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇൻവിസിബിൾ ഫോം. എടാ ഇൻവിസിബിൾ ഫോം പെട്ട് ചടിക്ക് ഇൻവിസിബിൾ ഫോമിടാ. എടാ ഫോം ഇൻവിസിബിൾ ആയിടാ. ഇനി നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. നമുക്ക് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും, പക്ഷെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലടാ വരുമ്പോൾ. അത് നമ്മൾ പെടും. ഓക്കെ കണ്ടൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഇത് ഇൻവിസിബിളായ കാരണം നമുക്ക് പണി കിട്ടൂടാ. സൂക്ഷിച്ച് കണ്ടൊക്കെ പോകണം. ഇവിടെ ലാൻഡ് മൈൻ ഉണ്ട്, അതും അങ്ങനെ ചവിട്ടിയ പൊട്ടില്ല. പറഞ്ഞു ഇവിടെ ആരുമില്ല, ഇവിടെ നിൽക്കാം. ചിലന്മാരുണ്ടാ, ഇരിക്കാൻ എനിക്ക് ഡൗട്ടുണ്ട്. മാറി നിൽക്കാം. നോ ബോർഡ്. നമുക്ക് ഹലോ കമോൺ പോവാം. വാ ഐസ്, ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ഇവിടെയൊക്കെ ആരടാ ഇമാതിരി മൈനൊക്കെ വെച്ചേക്കാം. ജമ്പ്. റെഡ് മാർക്ക് ഞാൻ കണ്ടു, അതിനർത്ഥം ഇവിടെ ഉണ്ടെന്നല്ലേ. ഇൻവിസിബിൾ കഴിഞ്ഞാ. എല്ലാവരും വരുന്നുണ്ട്, കയറുന്നോ. ഹലോ ഓക്കെ ബൈ. എടാ ആരാ കയറിയേ. നമുക്ക് രണ്ടാമത്തെ വട്ടാണ് കിട്ടുന്നത്. കയറി രണ്ടാമത്തെ വട്ടാണ് ഈ സംഭവം കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അത് താഴേക്കല്ല, ഇവനെ കൊണ്ട് കയറും കിട്ടി. കമോൺ. ഓക്കെ മതി കുറച്ച് ഓക്കെ പോട്ടെ. ഇവിടെ ആരുമില്ല. പോട്ടെ. അതിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ വട്ടമല്ല നമ്മളിവിടെ എത്തുന്നത്. മൂന്നാമത്തെ വട്ടമാണ് നമ്മൾ രണ്ടാമത് കറങ്ങി ഇവിടെ തന്നെ വരുന്നത്. എന്ത് കഷ്ടമാണ് ഇവന്മാർ കാരണമാണ്. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടുത്തെ കാരനല്ല. പിന്നാലെ വിട്ടോ. വേണ്ട, പൊട്ട് എന്നെ ടാർഗറ്റ് ചെയ്യണ്ട. ഇങ്ങോട്ട് വരണ്ട, ഓടിക്കോടാ പൊട്ട. എടാ എന്നെയാടാ ടാർഗറ്റ് വെച്ചാൽ അവനെങ്ങാനും പിടിച്ചോ. ഞാൻ ഇവിടെ ചടിക്കും. ഓക്കെ സെറ്റ്, നമ്മളിപ്പോൾ സേഫാണ്. അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് പോയടാ. അവന് കിട്ടിപ്പോയി. ഞാൻ രക്ഷപ്പെട്ടു. അത് നമുക്ക് എങ്ങനെയും അപ്പുറത്ത്
എന്തോ ഭാഗ്യത്തിനാടാ. എടാ എൻ്റെ ഒരു ലാഗ് വല്ലതും ഉണ്ടോ? എടാ 2 സ്ഥലത്തെത്തിയ ആൾക്കാർ ഇവിടെ ഉണ്ടടാ. എടാ ഇവിടെ നിന്ന് എങ്ങനെ പോകണേ? ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് പോകേണ്ടി വരാ. ഒരുത്തം നേരെ അവനൊക്കെ പോവാൻ പാടി. ഒയ്യോ പെട്ട്. ഞാൻ വിചാരിച്ച് ചത്തന്നിട്ടാ പെരുങ്ങി. ഓരമത്തിന് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ പിന്നാലെ പൊക്കോളും. ചവിട്ടല്ലേ. സേഫ് പോയിന്റിലെത്തണം. ഓ ചാടി. ഓ 2 പേരുണ്ടാ. 2 പേരുണ്ടാ. ഇച്ചിരി റിസ്ക് ആണ്. നമുക്ക് ജെറ്റ് പാക്ക് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. മതി അത്രയൊക്കെ മതി. നമുക്ക് ബാക്കി ആവശ്യമില്ല. ചിലപ്പം ഇതൊക്കെ നമ്മൾ പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയ സ്ഥലമാണ്. ഇതൊക്കെ രണ്ടാമത് കയറുകയാണ്. ഓക്കെ ജെറ്റ് പാക്ക് വാങ്ങാനുള്ള പൈസ ഒന്നുമില്ലടാ ഇനി നമ്മുടെ കയ്യിൽ. ഇനി ഈ സ്ഥലം നമ്മൾ പേടിക്കണ്ട. എന്താ നമ്മളെ ടാർഗറ്റ് വെച്ച് വരുന്നുണ്ട് തോന്നുന്നുട്ടാ. ഇതുവരെ നമ്മൾ സേഫാണ്. സേഫാണ്. ഈ ഒരു സംഭവം കഴിയുന്നവരെ നമ്മൾ സേഫാണ്. കാരണം മറ്റവൻ അടിയിലാണ്. മറ്റേ ഇതിൻ്റെ പ്ലേസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരെ നമ്മൾ സേഫാണ്. ഇവിടെ ഇപ്പം എങ്ങനെ വന്നേ? ഓ അവിടെ നിന്ന് വേറെ പ്ലേസ് ആറാ. അതുകൊണ്ടാണ് ഡെയിലി ഉണ്ടെങ്കിൽ തുടരാൻ. അതിൽ നമുക്കൊരു കാരണവശാലും മുകളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം നമ്മളിൽ അത്രയ്ക്ക് ഉള്ള ജെറ്റ് പാക്ക് ഇല്ലടാ. ജെറ്റ് പാക്ക് ഉണ്ടായിരുന്ന നമുക്ക് കയറായിരുന്നു. അതിൽ ഇപ്പം തന്നെ നമ്മുടെ എത്ര 70 65 65% ജെറ്റ് പാക്ക്. തേങ്ങ. എടാ ആരെങ്കിലൊക്കെ ഒന്ന് പോയി സാക്രിഫൈസ് ചെയ്താ. അവൻ പോയി കമ്മോണ്ടറമത്തെ. അവൻ എടാ കണ്ട. ഇതാണ് വൃത്തിയായിട്ട സ്വഭാവം. എടാ അവൻ അടിച്ചിട്ടാ. ഇവനാണ് പ്രശ്നക്കാരൻ. ഇവനത് കൊല്ലണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവൻ്റെ കൂടെ സേഫ് പ്ലേസിൽ കയറുന്ന കഴിഞ്ഞാൽ നമ്മൾ ചാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മൾ അടിച്ചിടും, ഉറപ്പാണ്. ഇവനെ അടിക്കാൻ നോക്കിയാൽ ഞാൻ ഒന്നെങ്കിൽ ടേസർ വെച്ച് അടിക്കും. ഉറപ്പായി അടിക്കരുത്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഓട്. സേഫിൽ കയറി. ഇവൻ അടിച്ചിടുമെന്ന് എനിക്കറിയില്ല. സേഫ്. ഇങ്ങോട്ട് വാ. ഇവിടെ. ഓട്. എടാ എന്നെ അടിക്കല്ലടാ വാഴേ. ഞാൻ പോകും. നീ ചാവും. ഞാനവിടെ രക്ഷപ്പെട്ടു. അവൻ എന്നെ അടിക്കാൻ വന്നാറാ. ജസ്റ്റ് മിസ്സിനാട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഓട്. അവനിപ്പം എൻ്റെ പിന്നാലെ. എൻ്റെ കൂടെ വേറെ ആയിട്ടില്ല തോന്നുന്നു. ഒയ്യോ ഓടിക്കോ. സേഫ്. തിരിച്ചു വേണ്ടി ഗൈസ്. ഇനി അവൻ ഇങ്ങോട്ട് വരണം. എനിക്കൊന്ന് കാണണം ഗൈസ്. അവനെ ഞാൻ കൊല്ലൂടാ ഉറപ്പായിട്ടും. ചാൻസ് എൻ്റെ കയ്യിൽ സ്ലാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ടാർഗറ്റ് നമ്മളാണെങ്കിലും കാണാൻ എനിക്കറിയില്ല. തൽക്കാലം നമ്മുടെ അടുത്തൊന്നും ആരുമില്ല. നീ ഇവിടെ നിന്ന് അടുത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പുതിയ സ്ഥലമാട്ടോ. ഇവിടെ വിറയ്ക്കൊന്നും കാണുന്നില്ല. ഓക്കെ കമോൺ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരെ പ്രശ്നമില്ല ഗൈസ്. ഇപ്പോഴത്തെ നമ്മൾ മാത്രമുള്ളൂട്ടാ. വേറെ ഒരാൾ പോലും ഇവിടെ വരെ എത്തിക്കില്ല. വരുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ വേനെടുക്കണടാ. ഇവിടെയാണോ നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണത്? ഈ അടിയിൽ ആൾക്കാരൊക്കെ വരുന്ന കാണാണ്ടാ. ഇത് നമുക്കിവിടെ നട്ട് നോക്കാം. ഓക്കെടാ അവൻ പോയി. അവൻ പോയിട്ടുണ്ട്. അവിടെ യെസ് അത്രേ ഉള്ളൂ. നമ്മൾ 2 കല്ലിച്ച് ഓടുകയാണ്. അവര് പിടിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓടുക. അടുത്ത സേഫ് പ്ലേസ് എത്തുന്നവരെ നമ്മൾ അങ്ങോട്ട് ആരടാ അത് കൊണ്ടിട്ട് റിവൈവ് അടിക്കാൻ പറ്റില്ല. നമ്മൾ എവിടം വരെ എത്തിയെന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവൂടാ.
ഇല്ലടാ ദീപനല്ലേ എല്ലാവരും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്താണോ എനിക്കറിഞ്ഞത്. പിന്നാലെ ചെല്ല് ഓടിച്ചല്ലേ ഇപ്പൊ കിട്ടും. ബൗൺസി ഫ്ലോറ്. ഓ നൈസ്. ഇങ്ങനെ ചാടി കയറാൻ പറ്റും മുകളിലേക്ക്. അങ്ങനെയാണ് നൈസ് ആയിരുന്നു. നൈസ് കുറച്ചുകൂടി ഓടോ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. റോബക്സ് നോ ഐ ഡോണ്ട് ഹാവ് റോബക്സ്. പ്ലീസ് നമുക്ക് ആരെങ്കിലും ഷോക്ക് ചെയ്യുന്നത്. അത് നമ്മളിത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് എനിക്ക്. പക്ഷെ ഇവന്മാർ സമ്മതിക്കുന്നില്ലടാ. അത് ഒരു വട്ടം കൂടി നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ചെയ്യണം. താഴെ പോയി അത് മാത്രമേ ഇവന്മാരടിക്കും. എനിക്ക് കണ്ണൊന്നും കാണാൻ അടിയിൽ വല്ലതും കെടുക്കണമെങ്കിൽ ഞാൻ തിന്നടിച്ച് അവിടെ ഒന്നും പറയാറടാ എനിക്ക്. എടാ അവന്മാരോരോന്ന് വഴി കൊണ്ടിട്ട് നമ്മളടാ പണി വാങ്ങുന്നത്. ഏകദേശം അപ്പോൾ ഇത്രത്തോളമായിരുന്നു അന്നത് വീഡിയോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ടവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും ഗൈസ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഈ ടവർ കംപ്ലീറ്റ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവരുടെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ. അതുപോലെ തന്നെ നമ്മളിനി വരുമ്പോൾ എന്തായാലും നമ്മൾ മൾട്ടിപ്ലെയറൊക്കെ ആയിട്ടായിരിക്കും വരിക. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. ഫാൽക്കൺ പ്രോ വന്നിട്ടില്ല, നമ്മുടെ പ്രോമാക്സ് എത്തിയിട്ടുണ്ട് ഗൈസ്. പ്രോമാക്സ് എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോമാക്സിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ഗൈസ്, ബൈ.